ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും ആപ്യത്തും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ? അവിടെ ഇരുന്ന മോളെ. പിന്നെന്തൊക്കെയാണ്? കുടിച്ചോ? മുഴുവൻ കുടിക്കേ. പിന്നെ അങ്ങനെയൊക്കെയാണ് മക്കളെ. അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരാനാകുമ്പോഴത്തേക്ക് രാവിലെ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഹനാനും ദിയമോളും അന്താനും ഒക്കെ പറഞ്ഞിങ്ങനെ നൂലിക്ക് വരുമ്പോഴത്തേക്ക് മാഗി ഉണ്ടാക്കി വെക്കണം. ഒരു ലുലുമാളിൽ നിന്ന് ഒരു മാഗി വാങ്ങിന്. മാഗി വാങ്ങാനൊന്നും വല്യാപ്പ സമ്മതിക്കില്ല. അങ്ങനെ മാഗി അങ്ങനത്തെ നൂഡിൽസ് ഇങ്ങനെയുള്ള സംഗതികളൊന്നും, ലേസ് അതൊന്നും വല്യാപ്പ വാങ്ങാൻ സമ്മതിക്കില്ല. വേണ്ട വേണ്ടെന്നാ പറയാ. അങ്ങനത്തെ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി, അങ്ങനെ ആക്കിയാൽ മതി എന്നൊക്കെ പറയും. ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം നൂൽപുട്ട് ഞാൻ എന്താ പറയുക, പൊടിയൊക്കെ കിളരി നല്ല പോലെ നൂൽപുട്ട് പോലെ ഉണ്ടാക്കി, എന്നിട്ട് അത് ഒരു പാത്രത്തിലാക്കി അത് വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഉണക്കി, എന്നിട്ട് അത് ചീനച്ചട്ടിയിലിട്ട് പൊരിച്ച്, എന്നിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിന് വല്യാപ്പ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളെ. ചിക്കൻ മസാലയും ചിക്കനൊക്കെ പൊരിച്ചിട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി കൊടുത്തിന്. അപ്പം എന്നോ പറയാം, അവനാൻ്റെ പൊരയിൽ അവനാൻ്റെ പൊടി കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടുണ്ടാക്കി കൊടുക്കുക. അല്ല നൂഡിൽസ് മറ്റേത് മറിച്ച് അങ്ങനത്തെ സാധനമൊന്നും, മാഗി എന്ന് പറഞ്ഞ സാധനമൊന്നും വാങ്ങരുതെന്ന്. അപ്പം ഇതിപ്പം വല്യാപ്പ കാണാതെ ഒന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ ലുലു പോയ സമയത്തൊന്ന് വാങ്ങിയതാണ്. അപ്പം മക്കൾ ഇവിടെ എടുത്ത് വെച്ചതാണ്. മക്കളത് ഒന്ന് ഉണ്ടാക്കി തരുമോ നമുക്ക് എന്ന്. അപ്പം ഞാൻ മക്കളെ ആഗ്രഹമല്ല എപ്പോഴും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാഗിയാണ് മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. പിന്നെ മൂക്ക് മാഗിയും വേണ്ട, ഒന്നും വേണ്ട. ഓളങ്ങനെ ഇരിക്കുന്ന ഒരാളായിട്ട്. ഇപ്പോൾ 2 വറ്റി ചോറ് കൊടുത്ത് ഇളവനുണ്ടായിന്. ഇളവൻ തേങ്ങ അരച്ച് കറി വെച്ചിന്. അതും പിന്നെ ചോറും കൊടുത്ത്, ആ ചോറും ആ തേങ്ങ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തിയമാതിരി, ഇങ്ങനെ കോഴി കൊത്തിയ പോലെ തന്നെ 2-3 മണി വറ്റ് തിന്ന്. അത് തിന്നാതായപ്പോൾ ഞാൻ എന്താക്കിയെന്ന് പറയാം, ആപ്പിളും കുറച്ച് പാലും മെല്ലും കൂടെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കൊണ്ടുപോയി കൊടുത്ത്. അതെങ്കിലും കുടിക്കട്ടെ വിചാരിച്ചിട്ട് അതും കുടിച്ചിട്ട് ആ സോഫൻ്റെ മുകളിൽ ചെരിഞ്ഞ് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. ടി വിയിലേക്ക് നോക്കിയിട്ട്. ടി വി ഒന്നും എൻ്റെ മോള് കാണണമെന്നില്ല, വെറുതെ ടി വിയിലേക്ക് നോക്കി കിടക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഉറങ്ങി. ക്ഷീണം കൊണ്ട്, ഗുളികൻ്റെ ക്ഷീണം കൊണ്ട് 2 പ്രാവശ്യം ഉറങ്ങി. പിന്നെ ഇപ്പോൾ രണ്ടാമതും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മക്കളെ. എന്തല്ലോ ഒരു കഥ തന്നെയാണ് മക്കളെ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ മോക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള എന്ത് ചിന്താണെന്ന് ആരോടാ ചോദിക്കുന്നത്? ഈ പെൺകുട്ടിക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നല്ലതാ, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും ഉമ്മ, നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ്. ഒരാളെ ചീത്ത പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ടാവും, ഒരാളെ കളിയാക്കണതിന് കണക്കുണ്ടാവും. എൻ്റെ മോളെ അനങ്ങിയാൽ കളിയാക്കും. കാരണം എൻ്റെ മോളൊരു സൂക്കേടെന്ന് പറഞ്ഞാൽ, പ്രധാനം എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് അവസാനം പറയേണ്ടത് ആദ്യം പറഞ്ഞു പോകും. അങ്ങനെ അതിൻ്റെ അവിടെ ഇവള് മക്കളെല്ലാവരും കൂടി പോയ സമയത്ത് അവിടെ എന്തോ ഒരു സൽക്കാരം ഉണ്ടായിന്. പെരുന്നാൾ സൽക്കാരം കഴിഞ്ഞത് കഴിച്ചില്ലല്ലോ, തള്ള സമ്മതിച്ചില്ലല്ലോ കഴിക്കാൻ. മക്കളെ കൊണ്ടുപോകാനും സമ്മതിച്ചില്ല. മക്കളെ ഇവിടെ ഒന്ന് കൂട്ടി കൊണ്ടുപോയതും ഇല്ലല്ലോ ഇനി. അപ്പോൾ ഈ പ്രാവശ്യം പെരുന്നാൾ അവിടെ ആണല്ലോ ഒരു കൂടിയത്. അപ്പോൾ പെരുന്നാളിന് പരിപാടികളൊക്കെ ഉണ്ടായിന്. പെരുന്നാളിനെല്ലാം ഓരോ 3 പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരെല്ലാവരും ഉണ്ടായിന് സൽക്കാരത്തിന്. അപ്പം എൻ്റെ മോളോട്, എൻ്റെ ദിയമോള് പറഞ്ഞിന്, പിന്നെ ഉമ്മയും പോയിട്ട് അവരോടൊന്ന് സംസാരിക്കേണ്ട കേട്ടോ, സംസാരിക്കുമ്പോഴത്തേക്ക് സംസാരം മാറിപ്പോയാൽ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നിട്ട് എൻ്റെ മോള് എന്തോ ചോദിക്കണതൊക്കെ മാറിപ്പോയി ചോദിച്ചിട്ട് ഓലെല്ലാവരും കൂടി കളിയാക്കിന്ന് പറഞ്ഞു. അപ്പം ദിയമോള് ഒരു ദേഷ്യം പിടിച്ച മാതിരി നോക്കിയെന്ന് പറഞ്ഞു. അവർക്ക് ഈ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കളിയാക്കാൻ എൻ്റെ മോളെ നമ്മൾ കോഴിക്കോട്ടുകാരെ സംസാരത്തിനും കളിയാക്കും. അത് ആദ്യ കാലത്തേ ഉള്ളതാണ്. കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ തള്ളിയും കളിയാക്കും, പെങ്ങന്മാരും കളിയാക്കും, ഒക്കെ കളിയാക്കും. ആര് വിലക്കണ്, ഞാൻ ഒരു വിലയും വെക്കൂല. തള്ള അവിടുന്ന് കളിയാക്കിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. പക്ഷെ എൻ്റെ മോളെ എപ്പോഴും കളിയാക്കിയും കൊണ്ടാണ്. പക്ഷെ മോള് ഇങ്ങനെ കേട്ട് നിൽക്കലേ ഉള്ളൂ. ഇനി ഇപ്പം മോള് വലിപ്പം വെച്ചതിനെ കൊണ്ട് അത്ര കളിയാക്കലില്ല. ദിയമോളുണ്ടായാലും അത്ര പ്രശ്നമില്ല. ദിയമോളില്ലാതെ ഇപ്പം ദിയമോളില്ലാതല്ലേ പോയി നിന്നത്. നല്ലോണം കളിയാക്കിക്കണല്ലോ. ഒരിക്കൽ ആ തള്ളക്ക് കളിയാക്കാനേ നേരമുള്ളല്ലോ. ഫോൺ ചെയ്തിട്ട് മക്കളോടൊക്കെ കളിയാക്കി ചിരിക്കും എന്ന് പറയും. ഇവളൊരമ്മ അങ്ങനെ പറഞ്ഞ് ചിരിക്കും. ഞാൻ പറഞ്ഞ് ചിരിക്കണേ കേൾക്കാൻ ഈയിടെ പോയി നിന്നിട്ടല്ലേ മോളെ. അള്ള ഓരോന്ന് തീരുമാനിക്കുന്നത് അതേമാതിരി നടക്കുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്തൊരു അനുഭവങ്ങളാണ് എൻ്റെ മോക്കുള്ളതൊക്കെ. എൻ്റെ മോള് നല്ലൊരു സുഖേടും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്താ സുഖം? എല്ലാ സുഖവും കൂടി പഠിച്ചോൻ തരൂലല്ലോ. എന്നിട്ട് ഓളെ മക്കളും ഓളെ ഭർത്താവും സന്തോഷത്തോടെ സമ്മതിക്കൂല ആ തള്ള. ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ മോൻ കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, എൻ്റെ മോന് ദുരിതം അനുഭവിച്ചാലും വേണ്ടിയില്ല, ഞാൻ ഓളെ സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം ആ തള്ളക്ക് തള്ളൻ്റെ മക്കൾ. എൻ്റെ മോളെ പേരിലേക്ക് ആ വീട് എഴുതിയപ്പം, വീട് എൻ്റെ മോളെയും കൂടി പേരിലാന്ന് പറഞ്ഞപ്പം എന്താ മക്കളെ അന്നുണ്ടായ ദുരിതങ്ങളൊന്നും പറയേണ്ട. ചില്ലറമാതിരി കഷ്ടപ്പാടെന്നല്ല കഷ്ടപ്പെട്ടത്. ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സന്തോഷത്തോടെ ഓരോ വീട്ടിൽ നിന്നും ഒരു വീട് താമസത്തിനൊക്കെ എൻ്റെ അമ്മയും എൻ്റെ മോനും എൻ്റെ മരുമോളും നമ്മളെല്ലാവരും കൂടി പോയിട്ട് പുലർച്ച സമയത്ത്
പുതിയ വീട്ടിലേക്ക് എൻ്റെ മോനെ അവിടെ പണി ഫുള്ളും തീർത്തത് എൻ്റെ മോനാ. മോളെ വീടിൻ്റെ ടൈൽസ് മുഴുവനും ഇട്ട് എൻ്റെ മോന് കാട് വീടാക്കിയിട്ടാണ് ആ വീട്. എന്തോ ഒരു പഠിച്ചോനെ എത്ര ദിവസം എൻ്റെ 1.5 മാസം എൻ്റെ മോൻ അവിടെ കിടന്നിക്കാണ്. ആ വീട്ടിൽ കിടന്ന് പണിയെടുത്തിട്ട് അവിടെ തന്നെ ഒരു പണിക്കാരനെയും കൊണ്ടുപോയി അവിടെ നിന്നിട്ടും പണിയെടുത്തിക്കുക എൻ്റെ മോൻ. എനിക്ക് മറക്കാൻ പറ്റൂല. അത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോൻ ആ വീട് അത്രയും ടൈൽസൊക്കെ ഇട്ട് ഒന്നായിട്ട് വൃത്തിയാക്കി. എൻ്റെ മോന് ബാത്റൂമിൻ്റെ ടൈൽസ് എല്ലാം ഇട്ട് എൻ്റെ മോനെ കണ്ടൂടെ ഞാൻ കോലം. അതുപോലെ എൻ്റെ മോന് പണിയെടുത്ത് ആ വീട് അത്രയും ഉഷാറാക്കി കഴിഞ്ഞ് ആ തള്ളക്ക് ചിന്തിക്കാനുള്ളൂ. എൻ്റെ മോനിക്ക് ഒന്നുമില്ല, ഈ പെൺകുട്ടീൻ്റെ പൊന്നും ഒക്കെ കൊടുത്ത് ചില്ലറ പൈസ എനിക്ക് കൂട്ടാനുള്ള ഇനി മക്കളെ, ബാക്കി മുഴുവൻ എൻ്റെ മോളെ പൊന്ന. ആ പൊന്നൊക്കെ എടുത്തിട്ട് ആ വീടുണ്ടാക്കണം. ആ തള്ള വിചാരിക്കാനുള്ളൂ മോളെ ഒന്നും വേദനിപ്പിക്കേണ്ട, ആ പെൺകുട്ടി കാരനാണ് എൻ്റെ മോനിക്ക് ഒരു വീടുണ്ടായതെന്നൊക്കെ ചിന്തിച്ചൂടെ. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ആ വീട് പുലർച്ച സമയത്ത് നമ്മളെ മോളെ വീട് നമുക്കൊരു സന്തോഷം. എന്താ മക്കളെ, ഞാൻ ആ പൊരൻ്റെ അകത്ത് ഒരു ലോറിക്ക് സാധനം ഒന്നായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഫർണിച്ചറും ഇനിയൊരു സാധനം ഇല്ല കൊണ്ടുപോകാത്തത്. അങ്ങനെ കൊണ്ടുപോയിട്ട് AC അതും ഇതും ഇനി പറയാൻ എനിക്കറിയാം, എണ്ണി പറയാൻ പാത്രങ്ങൾ ഒരു പപ്പടക്കോല് വരെ ആ പൊരൻ്റെ അകത്തേക്ക് വാങ്ങേണ്ട അത്രയും ഇതിലാണ് ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി. മോളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട് തന്നെ ചെറിയൊരു വീടാണ് മക്കളെ. ഒരു ഏട്ടനും പെണ്ണുങ്ങളും മോളും പിന്നെ മരുമോനും ഇവര് 4 ആളുകളും ഉമ്മയും മാത്രമേ ഉള്ളൂ, ബാപ്പല്ല. നല്ല വീട് തന്നെ ചെറിയൊരു വീടാണ്. അപ്പം നമുക്ക് ആ വീട് കണ്ട സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. നമ്മളും പൊന്നുപോളം നോക്കണം മോളെ, എന്നാലും വേണ്ടിയില്ല അൽഹംദുലില്ലാ സന്തോഷമല്ലേ. എൻ്റെ മോക്കും കുഴപ്പമൊന്നുമില്ല, നോക്കാനും തയ്യാറായാൽ പിന്നെ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക വെച്ചാൽ നമ്മൾ കഴിപ്പിച്ചും കൊടുത്തതാണ്. പക്ഷേ മോളോടും ചില ഉമ്മക്ക് എന്തോ ഒരു സ്നേഹമാണോ. ഞാനും വിചാരിച്ച് പഠിച്ചോനെ എങ്ങനെ ഒരു അമ്മായിമ്മ ലോകത്ത് എവിടെ ഉണ്ടാവില്ല, അതുപോലെ സ്നേഹം. ഞാൻ ആൾക്കാരോടൊക്കെ പറഞ്ഞോ നല്ല സ്നേഹമുള്ള ഒരു അമ്മായിമാണ്, നല്ല സ്നേഹമുള്ള ഒരു ഉമ്മാണെന്ന് ഞാൻ എല്ലാവരോടും അമ്മായിമ്മ തന്നെ പറയാൻ തോന്നിയില്ല മക്കൾ. അത്ര സ്നേഹം എൻ്റെ മോളോട്. ഞാനും വിചാരിച്ച് ഇത് നല്ല സ്നേഹമാണെന്ന് മക്കളെ, കപട സ്നേഹമാണെന്നുള്ളത് പിന്നല്ല മനസ്സിലാവണത്. എൻ്റെ മോളെ കഴുത്തിലേക്കും കൈമലേക്കും കാൽമലേക്കും ആണ് നോക്കിയത്. കാരണം പൊന്നൊക്കെ നല്ലോ കൊണ്ടുവന്നിക്കണല്ലോ എന്നുള്ള സന്തോഷം. ആ പൊന്ന് എൻ്റെ മോളെ നാശം തുടങ്ങിയെന്നുണ്ടല്ലോ, ആ പൊന്നെടുത്ത് എൻ്റെ മോളെ പേരിൽ ഒരു വീടുണ്ടാക്കി. ഓൻ്റെ പേര് ചേർത്തിക്കുന്നു. കാരണം കുറച്ച് പൈസ ചിലവാക്കിയിരുന്നു. കാരണം മോളെ പൊന്നൊന്നായിട്ട് എടുത്തിട്ട് അന്ന് അത്ര പൈസ മതിയല്ലോ മക്കളെ. ഇന്നല്ലേ പൊന്നിനൊക്കെ ഒരുപാട് വില കൂടിയത്. അന്ന് സ്ഥലത്തിനും വില കുറവാണ്, പൊന്നിനും വില കുറവാണ്. വീടൊക്കെ എടുത്ത് അപ്പം വീട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മരുവനും മോളും ഞാനും എൻ്റെ കുട്ടികളെ വാപ്പി എല്ലാവരും കൂടി നമ്മൾ സന്തോഷത്തിൽ. അന്ന് ദിയമോള് മാത്രമേ ഉള്ളൂ. എന്തൊരു സന്തോഷത്തിൽ നമ്മളൊരു മോളെ പേരിലൊരു വീട് രജിസ്റ്റർ ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ സന്തോഷത്തോടെ ചെന്നിട്ട് നമ്മൾ പോയി ഓൻ്റെ ഉമ്മനെ ഓന് വിളിച്ചിട്ട് ഓൻ്റെ ഉമ്മ ജന്മം വന്നില്ല. ഞാനില്ല ഓൻ്റെ ഉമ്മനെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ നിൽക്കണോടത്തുനിന്ന് ഓന് പിന്നെയും പോയി വിളിക്കാൻ വരീന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആ തള്ള വന്നില്ല. തള്ളക്ക് അസൂയ വരാത്തത് എന്ത് ചെയ്യാനാ മക്കളെ. അങ്ങനത്തെ ഒരു സാധനം ഇപ്പം എന്ത് പറയാനേ നമുക്കൊന്ന് മനസ്സിലായി. നമ്മളെ വെച്ച് എന്തോ നമുക്കന്നും തലേ കയറിയില്ല മക്കളെ. തള്ളക്ക് വെറുപ്പ് തോന്നി, നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നല്ല മനസ്സിലായത്. പിന്നെ വീട് പണിയൊക്കെ എൻ്റെ മോനെ അവിടെ നിന്ന് കഷ്ടപ്പെട്ടിക്കണ് മക്കളെ. ആ മോളെ പൈപ്പടക്കി പിന്നെ എൻ്റെ മോന് കഷ്ടപ്പെട്ടിക്കണ് മക്കളെ. ആ വീട് ഒരു ടൈൽസൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുക്കാൻ എൻ്റെ മോൻ 1.5 മാസത്തോളം ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വീട് വാങ്ങിയതാ. അത് പൊളിച്ച് ഒന്നായിട്ട് ടൈല് മാറ്റിയിട്ട് ടൈലിൻ്റെ മോനാണ് ഒരാളെയും കൊണ്ട് ഇവിടുന്ന് പോയി ഫുള്ള് പണി എൻ്റെ മോനെടുത്ത് മക്കളെ. 1.5 മാസം എൻ്റെ മോനെ കണ്ടാൽ മനസ്സിലാവാത്ത കോലയിന്. അതുപോലെ എൻ്റെ മോന് രാത്രി പകലൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് എൻ്റെ മോൻ പണിയൊക്കെ എടുത്ത് അവിടെ ഉഷാറാക്കിയതാ. എന്ത് പറയാനാണ്, നന്ദിന്ന് പറഞ്ഞതില്ലാത്തൊരു വർഗം. ഇങ്ങനത്തെ ഒരു ആൾക്കാരെ ദുനിയാവിലെവിടെയും കണ്ടില്ല. പക്ഷെ എന്താണെന്നറിയാം, നമ്മൾ എന്തിങ്ങി പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ മോള് ഒരു മുറുക്കിറക്കൂല. പിന്നെ അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാനാ. അതുകൊണ്ടാണ് എൻ്റെ മോന് പാവാണ്. എൻ്റെ മോന് ഒരുപാട് കഷ്ടപ്പെട്ടു വയ്ക്കുന്നത് ആ വീട്ടിൻ്റെ ഉള്ളിൽ കാട് വീടാക്കി എടുക്കാൻ. അത്രയും പണിയൊക്കെ തീർത്ത് നല്ല വീടായി. അങ്ങനെ വീടിൻ്റെ കുടിരിക്കലിൻ്റെ അന്ന് രാവിലെ ഞാൻ എൻ്റെ മോനും എൻ്റെ മരുമോളും ഞാനും എൻ്റെ ഉമ്മയും എല്ലാവരും ആ ചെറിയ വീട്ടിൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോരല്ലേ. ആ വീട്ടിൽ നമ്മൾ പുലർച്ചെ രാത്രി അവിടെ വന്ന് നമ്മൾ അന്ന് വൈകുന്നേരം നമ്മളവിടെ എത്തിയത്. രാത്രി അവിടെ നിന്ന് പുലർച്ചയ്ക്ക് അവിടെ നിന്ന് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ മക്കളെ നമ്മൾ പോവുക. അത്രയും ഒരു സന്തോഷത്തിൽ നമ്മൾ ആ ഒരു വീട്ടിലേക്ക് കയറി വരിക. അങ്ങനെ വിളിച്ചിട്ട് ആ തള്ള പറയാം, ഞാനില്ല ഞങ്ങൾ പൊയ്ക്കോളി, ഞാൻ പിന്നെ തള്ളൻ്റെ മോൻ്റെ ഒരു വീട്ടിലേക്ക് പോവാൻ തള്ളല്ല. അത്രയും അസൂയ പിടിച്ചൊരു തള്ള. എത്ര വിളിച്ചിട്ടും വരൂല. അവസാന കാലം നമ്മൾ എല്ലാവരും കൂടി പോകുമ്പോൾ പിന്നെ ഓന് കാറിൽ കയറിയോടത്തുനിന്ന് പിന്നെ ഇറങ്ങി ഓന് വിളിച്ച് അങ്ങനെ വന്ന് താല്പര്യമില്ലാതെ ഒരു പെങ്ങളെ മോളും തള്ളി അങ്ങനെ കയറി വന്ന് വണ്ടിയിൽ നിന്ന് കഴിഞ്ഞ സമയത്ത് എല്ലാവരും എന്താ ചെയ്യുക, മുസായഫ്, അരി, ഉപ്പ് ഇങ്ങനെയൊക്കെ കണ്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക മക്കളെ. ഈ തള്ള ചൂലുമായിട്ട് അകത്തേക്ക് കയറിക്കാം.
തള്ളൻ്റെ ഒരു മൂത്ത മോനുണ്ട്. ആ ചൂല് വാങ്ങിയാണ് പുറത്തേക്ക് ഇട്ട്, ചൂല് ബാക്കൊന്നും വലിച്ചിട്ട് മുറ്റത്തേക്ക് നെട്ട്. അമ്മാതിരി ദുഷ്ടത്തരം ചെയ്ത തള്ളാണ് ആ തള്ള, മറക്കൂല. അതേപോലെ തന്നെ എൻ്റെ മോക്ക് ആ പൊരൻ്റെ ഉള്ളിൽ മര്യാദയ്ക്ക് നിൽക്കാൻ വരെ സ്വൈര്യമില്ല. എപ്പം നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ കച്ചറയും കുലുമാലും എപ്പം നോക്കിയാലും സ്വസ്ഥത ഇല്ല എൻ്റെ മോക്ക്. ചൂലൊക്കെ കൊണ്ടിട്ട് ആരെങ്കിലും കയറോ മക്കളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക്? അങ്ങനത്തെ ദുഷ്ടത്തരം ചെയ്ത തള്ളാണ്. അതേ കണക്കിൽ തള്ളൻ്റെ മോക്ക് ഒരു വീടുണ്ടാക്കിയപ്പോൾ വീടുണ്ടാക്കിയിട്ട് തള്ളൻ്റെ മോളെ പേരിലേക്കാണ്, തള്ളൻ്റെ മോളെ പിയാപ്പളുടെ ആൾക്കാരെ ബാപ്പൻ്റെ ഇമ്മൻ്റെ ഒക്കെ പേരേനി. അതെല്ലാം കൂടി പിയാപ്പള നല്ല പെങ്ങളെ പിയാപ്പള നല്ലൊരു ചെക്കനായതിനെക്കൊണ്ട് ഓൻ്റെ ഭാര്യൻ്റെ സ്നേഹമുള്ളവനെ ഓൻ്റെ ഭാര്യൻ്റെ പേര് എന്ത് ചില്ലറ പൊന്നൊക്കെ കൊടുത്തിട്ടുള്ളൂ, 10 പവനൊക്കെ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഓൻ്റെയും കൂടി പേരിൽ എഴുതിയപ്പോൾ എന്താ തള്ളൻ്റെ ഒരു സന്തോഷം. ഓൻ്റെയും കൂടി പേരിലാണെന്ന്. ഇത് ഇത്രയും പൊന്നു കൊണ്ടായ എൻ്റെ മോളെ പേരിൽ എഴുതിയ ആ തള്ളക്ക് പറ്റില്ല. 10 പവൻ കൊണ്ടായ തള്ളൻ്റെ മോളെ പേരിലേക്ക് ആ സ്വത്ത് എഴുതിയപ്പോൾ അത് 3 നിലയുള്ള വീടൊക്കെ ഈ മരുമോൻ വാങ്ങിയത്. എന്നിട്ട് അത് എഴുതിയപ്പോൾ എന്താണ് തള്ളൻ്റെ സന്തോഷം. പെൺകുട്ടിയേക്ക് സ്വത്തും മുതലൊക്കെ പേരിലാവുമ്പോൾ ഭയങ്കര സന്തോഷം. അതേ കണക്കിൽ മരുമക്കൾക്ക് തീരെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു മരുമോളെ ചില്ലറ അടങ്ങാറൊന്നല്ല ആക്കിയത്. അവസാന കാലം ഒരു വേറെ പോയി, ഇപ്പോൾ ഒരു നല്ല സന്തോഷത്തിൽ നല്ല ഐക്യത്തിലായി. അതൊന്നും ഇപ്പം എണ്ണത്തിലുണ്ടാവില്ല. നമ്മളൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല എന്നാ പറയുള്ളൂ. പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കുന്നു, ഒരുപാട് തന്നെ. ആ പെൺകുട്ടി ആ പൊരൻ്റെ അകത്ത് നിന്ന് ഞാൻ എത്രയോ പ്രാവശ്യം അവിടെ ചെന്നപ്പം കണ്ടിക്കണ്. ആ തള്ള ആ പെണ്ണിൻ്റെ പൊരക്കാർ വന്ന് കച്ചറ ഉണ്ടാക്കലും ഗുരുമാലുണ്ടാക്കലും ഒക്കെ നടന്നിക്കണം മക്കളെ. എന്നിട്ട് നമ്മൾ മേലോട്ട് നോക്കിക്കലാ. എന്നിട്ട് ഐക്യങ്ങളെ കുറ്റം പറയുന്ന പണിയാണ് നമ്മളോട്. ഒരങ്ങനെ ഒരിങ്ങനെ ഒരു മറ്റേത് മറിച്ചത്. നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ സ്വഭാവം എങ്ങനെ ഇനി എന്നുള്ളത്. പിന്നെയല്ല മനസ്സിലാവുന്നത്. ആ പെൺകുട്ടിനെ പറ്റിയിട്ട് ഇല്ലാത്ത കുറ്റം പറയുന്ന പണിയാണ്. ഏതു നേരം നോക്കിയാൽ ആ പെൺകുട്ടി അധികം സംസാരിക്കണ്ട കേട്ടോ. ആ മുറിയിലേക്ക് പോയി നമ്മളെ മക്കളെ മായിരുന്നല്ല ആ കുട്ടീൻ്റെ അടുത്തേക്കൊന്ന് പോയി സംസാരിക്കാൻ വരെ തള്ള സമ്മതിക്കൂലേ. ഇനി വേണ്ട പോണ്ടാന്ന് പറയും. അമ്മാതിരേനി അങ്ങനത്തെ എൻ്റെ മോളെ ഒരു എൻ്റെ മോക്ക് അതിന് ആ പെൺകുട്ടി പകരം പറഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് പറയും. ഈ പെൺകുട്ടിക്ക് പകരം പറയാൻ അറിയില്ല. ഇതിങ്ങനെ കണ്ണിലേക്ക് നോക്കിക്കാൻ അറിയുള്ളൂ. എന്താ പറയേണ്ടതെന്നും കൂടി ഇതിനെ അറിയില്ല. എന്നിട്ട് മനസ്സിലാവില്ല. എന്തെങ്കിലുമൊക്കെ കണ്ട് പറയാം, അറിയൂല എങ്ങനെ കച്ചറ ഉണ്ടാക്കേണ്ടി എന്താ പറയേണ്ടതെന്നുള്ളത്. അങ്ങനത്തെ ഒരു പെൺകുട്ടി എൻ്റെ മോള്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്തായാലും ഓനിക്ക് ഓളോടും ഓനോടും ഒരു നമ്മൾ നല്ല സ്നേഹത്തിലാണ്. പിന്നെ നമ്മൾ എന്ത് കച്ചറ ഉണ്ടാക്കാൻ, ആരോട് കച്ചറ ഉണ്ടാക്കാനാണ്? ഒന്നും കാര്യം. നമ്മളിനി എന്ത് കച്ചറ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഓൻ വിളിച്ചാലും ഒപ്പം ഓൾ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഓല് നമ്മൾ കഴിഞ്ഞോട്ടെ. പക്ഷെ എൻ്റെ മോക്ക് അവിടെ നിൽക്കാനൊരു സ്വൈര്യമില്ല. അതാ ചങ്ങായിക്ക് അറിഞ്ഞിട്ടും പിന്നെ ഇപ്പം എന്ത് ചെയ്യും? ഓനിക്ക് ഓൻ്റെ അമ്മനെ ഒഴിവാക്കാൻ പറ്റില്ല, ഓൻ്റെ ഭാര്യനെ ഒഴിവാക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ, എന്ത് പറയാനാണ്? ആ പെൺകുട്ടികളില്ലാത്തൊരു തള്ളാരാണെന്ന് വിചാരിക്കുക. പെൺകുട്ടികളെ സ്നേഹം എങ്ങനെയാണെന്ന് അറിയാത്തൊരു തള്ളാണെന്ന് വിചാരിക്കുക. പെൺകുട്ടികൾ ഉണ്ടായിട്ടും ആരാൻ്റെ പെൺകുട്ടികളെ വേദനിപ്പിക്കാനും കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഈ തള്ളനെ കഴിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ മോളൊക്കെ എന്തുപോലെ കളിയാക്കും. അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഇപ്പോൾ ഒരു സുഖമില്ലാത്തൊരു പ്രശ്നം കൊണ്ട് എന്തെങ്കിലും സംസാരത്തിലൊക്കെ വ്യത്യാസം വന്നാൽ അത് കളിയാക്കി പറയാനും ചിരിക്കാനും ആ തള്ളക്ക് എങ്ങനെ അറിയാമെന്നറിയോ മക്കളെ? എനിക്കറിയില്ല മക്കളെ. ഇങ്ങനത്തെ ഒരു തള്ളനെ ദുനിയാവിലോടി ഞാൻ കണ്ടില്ല. മനസ്സ് വെറുത്തുപോയി. എന്തൊരു സ്നേഹമെന്നറിയാം എനിക്ക് ആ തള്ളനോട്. ഭയങ്കര സ്നേഹം. നമുക്കൊരു പിയാപ്പളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയണ്ട മക്കളെ. എങ്ങനെയാ സ്നേഹിച്ചാലും മതിയാവില്ല. എൻ്റെ മോൻ പറയാണ്, കൊടുക്കി ഇനി നല്ലോണം സ്നേഹിക്കി, നല്ലോണം ഇരുത്തിയും കടത്തിയും പൊരിച്ചിട്ട് തിന്നാൻ കൊടുക്കിന്നൊക്കെ പറയാം എൻ്റെ മോന്. സത്യം, എൻ്റെ മോൻ അങ്ങനെ പറയുന്നുള്ളൂ. എൻ്റെ മോന് വെറുത്ത് പോയി. എൻ്റെ മോന് ഇക്കാലം വരെ വെറുക്കാത്ത ഭയങ്കര വെറുപ്പിക്കലായിപ്പോയി ഒരു ചെയ്തത്. മറക്കാൻ പറ്റാത്ത വെറുപ്പിക്കലാണ് ഒരു ചെയ്ത് കൂട്ടിയത്. പറഞ്ഞാൽ തീരൂല. അതുപോലത്തെ ദുഷ്ടത്തരാണ് ഒരു ചെയ്തത് എൻ്റെ മോനോടൊക്കെ. എൻ്റെ മോന് സങ്കടപ്പെട്ട് കരഞ്ഞു പോയിക്കിന്. ആ വീടൊക്കെ അത്രയും നീറ്റാക്കിയിട്ട് ഒരു ടൈൽസൊക്കെ ഇട്ടിങ്ങനെ കുപ്പിപ്ലേറ്റ് കയ്യമാതിരി ആക്കിക്കണ ആ വീട്. അതുപോലെ ആക്കിയിട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതാണ് എൻ്റെ മോന്. അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മോന് ഉണ്ടാക്കിയിട്ട്. പാവൻ്റെ മോന്. എന്നിട്ട് നമ്മളെ മോളൊരു സന്തോഷത്തോടെ, ഒരു സുഖമില്ലാത്തൊരു മോളല്ലേ. അപ്പോഴും നമ്മൾ ഓനെ നല്ലപോലെ നമ്മൾ കാണിക്കും. കാരണം എന്താ പറയുക, തള്ള എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഓനെ സുഖമില്ലാത്തൊരു പെണ്ണിനെ എടുക്കാനോൻ തയ്യാറായല്ലോ അമ്മ, അത് മതി നമുക്ക്. നമ്മളതൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല. ഓക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അതല്ല നല്ല ഉമ്മാറിട്ട്. എൻ്റെ മോൻ അവിടെ കഷ്ടപ്പെട്ട് പോയി പണിയെടുത്തതും ഈ മോളെ കാര്യമല്ല വെച്ചിട്ട് മോളെ എനിക്ക് ജീവൻ്റെ ജീവനാണ്. എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വയസ്സായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചിലപ്പം വലിപ്പം വെച്ചാൽ കുട്ടികളൊക്കെ ഓന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മോളെ ആരെടുത്താവും? എൻ്റെ മോളെ കാര്യം ആകെ വിഷമത്തിലാവൂടാ. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് നോക്കും എൻ്റെ മോളെ? അപ്പം എന്നോട് എൻ്റെ മോൻ പറഞ്ഞ വാക്കെന്താ, ഉമ്മ ബേജാറാവണ്ട, എനിക്കൊരു മോളുണ്ടല്ലോ, അതിൽ മൂത്ത മോളായിട്ട് ഞാൻ ഓളെയും കാണും. പെങ്ങളായിട്ട് എന്നല്ല പറഞ്ഞവന്, എൻ്റെ മൂത്ത മോളായിട്ട് ഞാൻ ഓളെയും കാണും. എനിക്ക് 2 പെൺകുട്ടികളായിട്ട് കാണും. ഉമ്മ വിഷമിക്കേ വേണ്ട.
നിങ്ങൾ ഓളെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ നോക്കും നിങ്ങളെ മോളെ. എൻ്റെ മോളായിട്ടല്ല, ഓൻ അതുപോലെയാണോ ഓൻ ആസ്പത്രിയിൽ നിന്ന് നോക്കിയത്. ലാസ്റ്റ് ഓപ്പറേഷത്തിൻ്റെ സമയത്ത് എൻ്റെ മോളെ കൊണ്ടുവന്ന് നോക്കിയതൊക്കെ പറയണം നിങ്ങൾ. വിശ്വസിക്കാൻ കഴിയില്ല. സിസ്റ്റർമാർക്ക് വരെ സങ്കടമായി പോയിക്കുന്നു. സിസ്റ്റർമാർ വരെ സങ്കടത്തോടെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ സ്നേഹിക്കുന്ന ആങ്ങളമാരുണ്ടോന്ന്. അതുപോലെ എൻ്റെ മോളെ നോക്കിയതോന് തിന്നു കൊടുത്തിട്ടു തിന്നിപ്പിച്ചു കൊടുത്തിട്ടു ആക്കിയിട്ടു എനിക്ക് അങ്ങനെ പൊന്തിക്കാൻ പറ്റില്ല. എനിക്ക് നെഞ്ചുവേന വന്നിട്ട് എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പ്രായം കൂടുതലേ. പിന്നെ 3 മക്കളും ഉണ്ടല്ലോ, ഈറ്റിങ്ങൾ നോക്കണം ആസ്പത്രിയിൽ നിന്നും. അങ്ങനെ ഓനാണ് ഇരുത്താനും ആക്കാനും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും പറയണ്ട മക്കളെ. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പറയുകയാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് വേദന വിഷമങ്ങളും എൻ്റെ മോനും സഹിച്ചു പോയിക്കിന്. ഒരുപാട് മാനസിക വിഷമം എൻ്റെ മോനും ഒരുപാട് സഹിച്ചു പോയി. ഈ ഒരു കാരണത്താൽ ഈ പെൺകുട്ടിനാലെ നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു. ചില ആൾക്കാർക്കുണ്ടല്ലോ, നിങ്ങളെ മോന് ഇവിടെ ഇല്ലല്ലോ, നിങ്ങളെ മോന് നിങ്ങളെ പുരയിലല്ല വേറെ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളെ പുരയിൽ നിൽക്കലില്ല നിങ്ങളെ മോന്. ഇത് പറയാൻ എന്താ സുസ്കാന്തി? മക്കള് വേറെ വീടൊക്കെ എടുത്ത് പോവില്ല മക്കളെ, അതും ആർക്കും സമ്മതിക്കാൻ കഴിയുന്നില്ല. മോന് ഇവിടെ ഇല്ലല്ലേ. അങ്ങനെയും കുറേ ടീമുകളാണ് മക്കളെ. നമുക്ക് ആകെ 2 മക്കളുള്ളൂ. നമ്മൾ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. 5 പേരക്കുട്ടികളും എനിക്ക് 2 മക്കളുമാണ് മക്കളെ ഉള്ളത്. 5 പേരക്കുട്ടികളെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ 2 മക്കളെ ആണ് പെണ്ണെന്നില്ല മക്കളെ, അതേപോലെ എൻ്റെ 2 മക്കളെയും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല മക്കളെ. അപ്പം അതുകൊണ്ട് അതൊന്നും വിഷയമല്ല. പറയുന്നപോലെ അവിടുന്ന് പറയാമെന്നല്ലാതെ ആ കുറേ അങ്ങോട്ട് പറയുമ്പോൾ നിർത്തിക്കോളൂ. എല്ലാവരും പൊരയിലും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അതേമാതിരി ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചുകൂടുന്നത് ഓരോരുത്തർ. കാരണം വലുത് പിണങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ തന്നെ ആണെന്നുകൊണ്ട് വിചാരിക്കുന്ന ചില ആൾക്കാർക്ക്. അപ്പം നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എൻ്റെ മോനൊന്നുമില്ല, എൻ്റെ മരുമോളൊന്നുമില്ല, എൻ്റെ മോളൊന്നുമില്ല. ഒക്കെ ഒരു പൊന്നുപോലെ നമ്മൾ സ്നേഹിക്കുന്നതാണ്. പിന്നെ നമ്മൾ മരുമോനെ നമ്മൾ പൊന്നുപോലെ സ്നേഹിച്ചും ചെയ്തിട്ട് നമ്മൾ അതുപോലെ നമ്മൾ പൊന്നുപോലെ കൊണ്ടുവരുന്ന ഒരാളാണ്. പക്ഷേ ഓനായിട്ട് ഓരോന്നും വേത്തി തീർത്ത് അങ്ങനെ ആയതാണ്. അല്ലാതെ നമ്മളായിട്ട് ഒന്നിനും നിന്നിട്ടില്ല മക്കളെ. നമ്മൾ പൊന്നുപോലെ സ്നേഹിച്ചതാണ്. പക്ഷെ നമ്മളെ മോക്ക് മാനസിക വിഷമവും പ്രയാസങ്ങളും വരുമ്പോൾ ഏത് തള്ളാരും ഏത് തന്താരും ഏത് ആൺകുട്ടികളാണ് നോക്കിക്കുക. അത്രേ നമ്മളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കാണും മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണണം, ലൈക്കും സബും ചെയ്യണം. മാഷാ അല്ലാ ഇപ്പോൾ ഇതാ ഓളൊക്കെ നല്ലോണം എപ്പോഴും കച്ചറയും കുരുമാല ആരെങ്കിലും ഉണ്ടാവും മക്കളെ. കുറേ കഴിഞ്ഞാൽ എല്ലാവരും നന്നില്ല. ഏത് പിണക്കുണ്ടായാലും കുറേ കഴിഞ്ഞാൽ എല്ലാവരും നന്നാവും. അതേമാതിരി തന്നെ അവിടെ നന്നായി എൻ്റെ വേറെ ഒന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട. നമുക്കിപ്പോൾ അവിടേക്ക് പോകാനും താല്പര്യമില്ല, ഒന്നുമില്ല. ഓല് നല്ല സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ. മരണം വരെ ഒരു 2 നല്ല സന്തോഷത്തിൽ കഴിയണം. എൻ്റെ മോളിങ്ങി പോൻ എന്ത് പറഞ്ഞാലും എൻ്റെ മോക്കൊരു പ്രയാസമില്ല. എൻ്റെ മോക്ക് ഓനെ മാത്രമേ താല്പര്യമുള്ളൂ. കാരണം അവിടേക്ക് പോകണം, ഓൻ്റെ വീട്ടിലാണ്, അതാ എൻ്റെ വീടാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കണം, മരുമോനെ കാണണം. ഇത് പറഞ്ഞാലും ഇന്ന് ചീത്ത പറഞ്ഞാലും ശരി, ചീത്ത ഒന്നും പറയില്ല കേട്ടോ. ഓന് നല്ലോണം സ്നേഹിക്കുക. എൻ്റെ മരുമോനെ നല്ലോണം ഓളം നോക്കും, നല്ല സ്നേഹിക്കുകയൊക്കെ ചെയ്യും. കാരണം അതിന് എൻ്റെ തള്ള സമ്മതിക്കൂല മക്കൾ. അതുകൊണ്ട് ഓന് തള്ളനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോളെ ചീത്ത പറഞ്ഞാൽ തള്ളക്ക് നല്ല സന്തോഷമാവും. അതൊക്കെയാണ് മക്കളെ കഥ. മതി. എന്നാലും എൻ്റെ മോള് മാറ്റി കഴിഞ്ഞാൽ അമ്മ വരിമ്മ നമുക്ക് പോവാ എന്ന് ചോദിക്കും. എൻ്റെ മോള് ഇവിടെ ടൂറ് പോവുകയാണെങ്കിൽ നമുക്ക് ടൂറ് പോകാമെന്ന് ഓനെ ഒരുങ്ങുകയാണെങ്കിൽ ഓന് ഇത്രയൊക്കെ ആ തള്ള എന്തെങ്കിലുമൊക്കെ കളിയാക്കിയിട്ടും പറഞ്ഞിരിക്കണമെങ്കിലും വേദനിപ്പിച്ചിരിക്കണമെങ്കിലും എന്നാലും പറയും അമ്മ ടൂറ് പോകുക വരുന്നെങ്കിൽ നമുക്ക് പോവുക. അമ്മാതിരി മോളാണ് എൻ്റെ മോള് മക്കളെ. അത്ര പോലും നിങ്ങൾ വരണ്ട, നമ്മൾ ഒറ്റക്ക് പോവാ, നമുക്ക് കൊണ്ടാവേണ്ട എന്ന് പറയാൻ എൻ്റെ മൂക്കുള്ള കഴിവുമില്ല, എൻ്റെ മോളെ പറയൂല. പിന്നെന്ത് ചെയ്യാൻ ഒക്കെ അള്ളാഹ് കിട്ടുകൊടുത്തിൻ്റെ മോളും ആരെങ്കിലും എന്താ പറഞ്ഞോട്ടെ. മങ്ങൾ എന്തിനാ അങ്ങനെ പകരം പറയാൻ നിൽക്കുന്നത്? പഠിച്ചവരെക്കാളും വലുത് ദുനിയാവിൽ എന്താണ്? അള്ള കൊടുത്താൽ കുറയൂല എന്ന് പറയും. ഞാൻ പറയാം ആയിക്കോട്ടെ. എൻ്റെ അമ്മ അങ്ങനെ പറയാം, മക്കളെ പകരം പറയാൻ നിൽക്കണ്ട, അള്ള കൊടുത്താൽ കുറയൂല. അത് എൻ്റെ മോള് കേട്ടിട്ട് ഇപ്പോഴാണ് രസം. എൻ്റെ മോള് പറയും മങ്ങളെന്തിനാ പകരം പറയാൻ നിൽക്കണം? ആര് പറഞ്ഞാലും പകരം പറയണ്ട, അള്ളഹാനോട് മാത്രം പറയാം. അള്ള തീരുമാനിക്കൂ. അള്ള കൊടുക്കുമ്പോൾ നല്ല മട്ടത്ത് കൊടുത്തോളൂ എന്നൊക്കെ പറയും ചില സമയത്ത് കേട്ടോ. പക്ഷെ ശരിക്കാണ്ട് പറയാൻ കഴിയൂലെങ്കിലും ഇപ്പോൾ ഒരു സംസാരത്തിലൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട്, നടത്തത്തിലൊരു പ്രശ്നം ഉണ്ടായിനി. ഇപ്പം അങ്ങനെ ശരിയായി വരുന്നുണ്ട് മക്കളെ. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇന്നലെ കുറേ ഫോക്കസ് മാളിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ബ്ലഡ് കിട്ടാതായപ്പോൾ ഞാൻ എൻ്റെ ഫോക്കസ് മാളിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അതിലൊക്കെ കുറച്ച് തുണിഷാപ്പിലൊക്കെ ഒന്ന് കയറ്റി വെറുതെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അതിലൊക്കെ കൊണ്ടുപോയി മെല്ലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് നേരം നിർത്തിച്ച് നോക്കിയതാണ് എന്താണ് എൻ്റെ മോളെ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കൊണ്ടുപോയി അത് ഉണ്ട്. പിന്നെന്താ കുട്ടികളെ മാതിരി ഇങ്ങനെ അത് ഇത് നോക്കാന്നല്ലാതെ ഒന്നും വേണ്ട. ഉമ്മ അത് വാങ്ങ്, ഉമ്മക്കത് വേണ്ട, ഉമ്മക്കിത് വേണ്ട എന്നൊക്കെ എന്നോട് പറയാമെന്നല്ലാതെ ഓക്കതൊന്നും വേണ്ട. എന്തൊക്കെ ഒരു അവസ്ഥ. ഞാൻ അവിടുന്ന് വാങ്ങിക്കൊണ്ട് എനിക്ക് പിയാപ്പിളിനെ വിളിച്ചിട്ട് പറയാം പിയാപ്പിള വാങ്ങിത്തരും എനിക്ക് എന്നാ പറയാം. അമ്മ വാങ്ങണ്ട, പൈസ ഇല്ലല്ലോ അമ്മ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അവിടുന്ന് വാങ്ങും. എന്തൊക്കെ ഒരു സന്തോഷമാണ് എൻ്റെ മോക്ക്. അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് എന്തെല്ലോ ഒരു നോക്കിക്കഴിഞ്ഞ് 2 കമ്മലും എന്തെല്ലോ ഒന്ന് നോക്കി അതൊക്കെ വാങ്ങി അത് മതിയെന്ന് പറഞ്ഞിട്ട്
നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ മക്കളെ ഫോക്കസ് മാളിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണുന്ന ലൈക്കും സബും ചെയ്യണം മക്കളെ, മറന്നു പോകരുതേ.